ഈശോയിൽ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഡിസംബർ 13. നമ്മുടെ ഹൃദയമാകുന്ന പുൽക്കോട്ടിൽ രക്ഷകൻ പിറക്കാൻ ഇനി വെറും 12 ദിവസങ്ങൾ മാത്രം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 52-ാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു: ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു, എളിയവരെ ഉയർത്തി. എളിയവരെ എങ്ങനെയാണ് ഉയർത്തിയത്? അതിനുള്ള ഉത്തരമാണ് വിശുദ്ധ യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ നാം കാണുന്നത്. ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ എങ്ങനെയാണ് ഉയർത്തിയത്? കൃപ കൊണ്ടാണ് എളിയവരെ ഉയർത്തിയത്. അതെ, പരിശുദ്ധ അമ്മയെ ദൂതൻ വിളിച്ചത് കൃപ നിറഞ്ഞവളെ എന്നാണ്. ഇനി എന്തിനാണ് കൃപ ഒരാളിൽ നിറയപ്പെടുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം. ഈശോ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് കൃപ കൂടിയേ തീരൂ. ഇനി എങ്ങനെയാണ് കൃപ ലഭിക്കുന്നത്? എളിമയുള്ളവർക്കാണ് കൃപ ലഭിക്കുന്നത്. അതുകൊണ്ട് കൃപയിൽ നിറയുവാൻ, എളിമയിൽ ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.